യുദ്ധങ്ങളും ആഭ്യന്തര സംഘർഷങ്ങളും ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവിതത്തെ എങ്ങനെ തകർക്കുന്നു എന്നതിനെക്കുറിച്ച് ലോകബാങ്കിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ട് ഞെട്ടിക്കുന്ന ഒരു ചരിത്രം വരച്ചുകാട്ടുന്നു. 39 രാജ്യങ്ങളിൽ പ്രധാനമായും ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ കടുത്ത ദാരിദ്ര്യം അഭൂതപൂർവമായ തോതിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഇത് 1 ബില്യണിലധികം ആളുകളെ പട്ടിണിയിലേക്കും ദുരിതത്തിലേക്കും തള്ളിവിടുമെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. റഷ്യ, യുക്രൈൻ, ഇസ്രയേൽ, ഗാസ യുദ്ധങ്ങൾ ലോക ശ്രദ്ധ ആകർഷിക്കുമ്പോൾ പോലും ഈ റിപ്പോർട്ട് അവഗണിക്കാനാവാത്ത മറ്റ് സംഘർഷങ്ങളുടെ വ്യാപ്തിയും അവ സൃഷ്ടിക്കുന്ന മാനുഷിക ദുരന്തങ്ങളുടെ ആഴവും നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ദുർബലവും സംഘർഷബാധിതവുമായ ഈ 39 വികസ്വര സമ്പദ് വ്യവസ്ഥകൾ അസ്ഥിരതയിലും ദുർബലമായ സ്ഥാപനങ്ങളിലും ആഴത്തിൽ മുങ്ങിയിരിക്കുന്നു. ഇത് വികസനത്തിന് ആവശ്യമായ ശക്തമായതും സുസ്ഥിരവുമായ സാമ്പത്തിക വളർച്ച കൈവരിക്കാനുള്ള അവരുടെ കഴിവിനെ തടസ്സപ്പെടുത്തുന്നു എന്ന് റിപ്പോർട്ട് എടുത്തു പറയുന്നുണ്ട്. 2020-ൽ COVID-19 മഹാമാരി ആരംഭിച്ചതിന് ശേഷം സംഘർഷ മേഖലകളെക്കുറിച്ചുള്ള ആദ്യത്തെ ഈ വിലയിരുത്തലിൽ ലോകബാങ്ക് പാശ്ചാത്യ സർക്കാരുകളോട് ആവശ്യപ്പെടുന്നത് യുദ്ധത്തിൽ തകർന്ന ഈ രാജ്യങ്ങൾക്ക് സംഘർഷങ്ങൾ അവസാനിപ്പിക്കുന്നതിനും സുപ്രധാന സ്ഥാപനങ്ങൾ പുനർനിർമ്മിക്കുന്നതിനും കൂടുതൽ പിന്തുണ നൽകണമെന്നാണ്. സാമ്പത്തിക വളർച്ചയുടെ കാര്യത്തിൽ ഈ രാജ്യങ്ങൾ എത്രത്തോളം പിന്നിലാണെന്ന് റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന കണക്കുകൾ ഭയാനകമാണ്. 2020 മുതൽ ബാധിത രാജ്യങ്ങളിൽ ദേശീയ വരുമാനം പ്രതിവർഷം ശരാശരി 1.8% കുറഞ്ഞു. അതേസമയം മറ്റ് വികസ്വര സമ്പദ് വ്യവസ്ഥകളിൽ ഇത് 2.9% വർദ്ധിച്ചു. ഇത് വികസനത്തിന്റെ കാര്യത്തിൽ ഈ 2 വിഭാഗം രാജ്യങ്ങൾ തമ്മിലുള്ള അഗാധമായ വിടവ് വ്യക്തമാക്കുന്നുണ്ട്. ദരിദ്ര രാജ്യങ്ങൾക്ക് സുസ്ഥിരമായ സാമ്പത്തിക വളർച്ച പ്രോത്സാഹിപ്പിക്കുന്നതിനായി വായ്പ നൽകുന്ന ലോകബാങ്ക് രൂക്ഷമായ പട്ടിണി വർദ്ധിച്ചു വരികയാണെന്നും ഐക്യരാഷ്ട്രസഭ നിശ്ചയിച്ചിട്ടുള്ള വികസന ലക്ഷ്യങ്ങൾ ഇപ്പോൾ എത്തിച്ചേരാൻ കഴിയാത്ത അവസ്ഥയിലാണെന്നും പറയുന്നുണ്ട്. ഇത് സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുക എന്ന ആഗോള ലക്ഷ്യത്തിന് കനത്ത തിരിച്ചടിയാണ്.